എഴുന്നേക്കാച്ചാ, ഞങ്ങൾക്ക് പഠിക്കണം. അയ്യോ, ഉപദ്രവിക്കണ്ട മക്കളെ. അച്ഛൻ പകല് മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് വിശ്രമിക്കുക. ഒന്ന് എഴുന്നേക്കുന്നുണ്ടോ? നീ ക്ലാവര് ഗുലാൻ ഇറക്കടാ, ഞാൻ വീട്ടിൽ കൈ തരും. ഒരു ക്ലാവര് ഗുലാൻ. എഴുന്നേക്ക് വിജയേട്ടാ. വേറെ എവിടെയെങ്കിലും പോയി കിടക്ക്. പിള്ളേർക്ക് പഠിക്കണം. സമയത്രയായി? എന്തിനാ സമയം? പിന്നെയും കുടിക്കാനോ? അച്ഛനെ കള്ളുന്നായിരുന്നു. മിഠായി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എവിടെയാച്ചാ? ഓവ്, മുട്ടായി കൊണ്ടുവരുന്ന ഒരു അച്ഛൻ. മറന്നുപോയി മക്കളെ, നാളെ വാങ്ങിച്ചാരാട്ടാ. എന്തിനു ചുമ്മാ പ്രോമിസ് കൊടുത്ത് കുട്ടികളെ നിരാശപ്പെടുത്തുന്നേ? മിഠായിയുടെ കാര്യം പോട്ടെ. ദിവ്യക്ക് 8 വയസ്സ്, കാവ്യക്ക് 5 വയസ്സ്. ഈ കുട്ടികൾ ഇതുവരെ ഒരു കോംപ്ലാന്റെയോ ഹോർലിക്സിന്റെയോ രുചി അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. നാളെയോ മറ്റന്നാളോ ഞാനത് അറിയിച്ചു കൊടുക്കാം. കുട്ടികളെ കളിയാക്കല്ലേ? ഹോർലിക്സിന്റെ നിറം എന്താമേ? കേട്ടോ, പാവം കുട്ടികള് ഹോർലിക്സിന്റെ നിറം പോലും അറിഞ്ഞൂടാ. എന്താമേ നിറം? ഹോർലിക്സിന്റെ നിറം പച്ച. കുന്തം. കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. തലേ കൂടി കൊറേ അങ്ങ് ഒഴുക്കി വിട്ടുകൊടുട്ടെ. ഓ, സമയം 7:30. ഈ ലോഡ് ഷെഡിങ് പാർട്ടീസിന്റെ സമയനിഷ്ഠയാണ് സമയനിഷ്ഠ. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ അവന്മാർ കറണ്ട് കളയും. മക്കളെ, അച്ഛനെ പിടിച്ചോ, ഇല്ലെങ്കിൽ ഇരുട്ടത്ത് എങ്ങോട്ടെങ്കിലും മുങ്ങിക്കളയും. ഓ സോറി മോളെ, നിന്റെ അമ്മയുടെ കാലാണെന്നാ ഞാൻ വിചാരിച്ചേ. എന്റെ കാലം വെച്ചോട്ടെ, അച്ഛനെങ്കി വാ. വരണമെന്നുണ്ട്, ഇരുട്ടായി പോയില്ലേ. നീ നോക്കിക്കോ ശ്യാമേ, 2000 ആണ്ട് കഴിയുമ്പോൾ കേരളത്തിൽ ആവശ്യത്തിൽ കൂടുതലായിരിക്കും കറണ്ട്. ഇരുട്ടത്തുള്ളതിന്റെ തർക്കുത്തരവ് അതോടെ നിൽക്കും. ഈ ലോഡ് ഷെഡിങ് പൂച്ച ഇതുവരെ ചത്തില്ലേ? പാവം കുട്ടികള് ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങുന്നു. ഇവിടെ ഒരാള് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിലും. എല്ലാം അറിയുന്നവൻ ദൈവം. ആഹാ, കള്ളൻ ഉറങ്ങിയില്ലേ? കള്ളന്റെ ഡ്യൂട്ടി ടൈം രാത്രിയല്ലേ മോളെ? ഉറങ്ങലാണോ കള്ളന്റെ ഡ്യൂട്ടി? കട്ടപ്പാര എടുത്ത് ഇറങ്ങലല്ലേ? അല്ല, കൊടുക്കാതെ തന്നെ വേണ്ടി വരും. 2 പെമ്മക്കൊക്കെ സ്ത്രീധനവും സ്വർണവും കൊടുക്കാൻ വേറെ എന്താ ഒരു മാർഗം? ഇത് രണ്ടും കൊടുക്കാതെ അവരെ കെട്ടാൻ ആള് വരും. കാരണം എൻ്റെ മക്കള് സുന്ദരി കുട്ടികളാ. അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഭാഗ്യത്തിന് 2 ആൾക്കും എന്റെ നിറം തന്നെ കിട്ടി. ചെറുപ്പത്തിൽ എനിക്ക് നിന്നേക്കാൾ നിറം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് മുതലാ ഇങ്ങനെ ആയിപ്പോയത്? ഇപ്പൊ പല വിധത്തിലുള്ള ടെൻഷൻ അല്ലേ. ടെൻഷൻ വന്ന ആരും കറുത്തു പോകും. എങ്കിൽ ആഫ്രിക്കയിലെ നീഗ്രോസിന് മുഴുവൻ ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്കെങ്ങനെ ഉറക്കം വരും? ഈ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോ നാളെ ഓരോരുത്തന്റെ കൂടെ പറഞ്ഞേക്കേണ്ടതല്ലേ? എന്റെ ശ്യാമേ, നിനക്കറിയോ, ഞാൻ ഒരിക്കലും ഒരു കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചതല്ല. എന്നിട്ട് കല്യാണം കഴിച്ചില്ലേ? കുട്ടികൾ ഉണ്ടാവുമോ എന്ന് സംശയമായിരുന്നു. ഉണ്ടായില്ലേ? 1 അല്ല 2. ഇനി ഈ കുട്ടികളുടെ കല്യാണല്ലേ, അതും അതിന്റെ സമയത്ത് കൃത്യമായി നടന്നിരിക്കും. എപ്പോഴാ എന്റെ കല്യാണം? അയ്യടാ, പെണ്ണ് ഉറങ്ങിയില്ലല്ലേ? നാളെ നേരം വെളുത്താൽ ഉടനെ നിന്റെ കല്യാണം പോരെ? അപ്പൊ പന്തലിടുന്നത് എപ്പോഴാ? മിണ്ടാതെ കിടന്ന് ഉറങ്ങടി. മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിന് മുമ്പാ കല്യാണം. മുട്ടയെന്ന് വിരിയാത്ത കുഞ്ഞുങ്ങളുടെ കല്യാണത്തെ പറ്റി നിനക്ക് സംസാരിക്കാം. അവളുടെ കല്യാണല്ലേ, അവൾക്ക് ചോദിച്ചൂടാ? ആരാ ഈ നേരത്ത്? ഏതെങ്കിലും പ്രിയപ്പെട്ട കൂട്ടുകാരായിരിക്കും, കുപ്പിയും കൊണ്ട്. അവരൊന്നും ആയിരിക്കില്ല. നീ നിൽക്ക്, ഞാൻ നോക്കാം. മിസ്റ്റർ വിജയനല്ലേ? ഞാൻ നിന്റെ അച്ഛൻ കരണം മാഷ. ഒന്ന് മുഖതാവി കാണണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെയാണെങ്കിൽ എന്നെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ മാഷേ. ഇത് അച്ഛൻ നായർ, നിന്റെ അമ്മായച്ഛൻ. തീർന്നില്ല, അണിയറയിൽ ഇനിയുമുണ്ട് കഥാപാത്രങ്ങൾ. എന്റെ ഭാര്യ രത്നാവതി, മകൾ ഊർമിള. നീലക്കുറിഞ്ഞി പൂക്കും പോലെ 12 വർഷത്തിൽ ഒരിക്കലേ വിജയമാഷ കാണാൻ ഒക്കൂന്ന് താങ്കൾ എന്റെ മകളെ കെട്ടുമ്പോ ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിൽ പിന്നെ ഈ അപൂർവ വസ്തുവിനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് ഞാനും തീരുമാനിച്ചു. അതുകൊണ്ടാ കരണം മാഷ വിവരം അറിയിച്ചപ്പോ രാത്രി തന്നെ വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടത്. അയ്യോ, ഇത് ആരൊക്കെയാ? എന്താ എല്ലാരും കൂടെ രാത്രിയില്? ഭാഗ്യം, നിന്റെ മോള് ജീവനോട് ഇരിപ്പുണ്ട്. സുഖാണോ മോളെ? മതി മതി, ഈ രംഗം നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതുകൊണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അണിയറയിൽ ചെന്ന് വല്ല മുറുക്കോ കട്ടൻ കാപ്പിയോ കഴിക്കാം. നീ ഭയപ്പെടണ്ട, ഒന്നും ചെയ്യാനല്ല. കുറച്ചു നേരത്തേക്ക്
ഇവനെ ഞങ്ങൾക്ക് മാത്രമായിട്ടൊന്ന് വിട്ടു തരണം. അതെ നടക്ക. ഇരിക്കൂ മിസ്റ്റർ വിജയൻ. ഞാൻ അച്ഛനും അമ്മയും കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരാനിരുന്നതാ. ആണോ? ആവാ. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അമ്മ കിടപ്പിലാണെന്ന് അറിഞ്ഞിരുന്നു. ഉവ്വ്. സന്തോഷം. നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാവുന്നതുകൊണ്ട് കൂടുതൽ വളച്ചു കെട്ടുന്നില്ല. ഇരിക്കൂ. വേണ്ട അച്ഛൻ, ഞാനിവിടെ ഇരിക്കണോ? ആ, അല്ലെങ്കിൽ അച്ഛനാർക്ക് പറയാനുള്ള ആദ്യം പറ. അപ്പോഴേ വിജയ, ഓ. എന്റെ മകളെ കല്യാണം കഴിക്കുമ്പോ വിജയൻ ഒരു സ്കൂൾ മാഷായിരുന്നു. ഇപ്പോഴോ ടാറ്റ ബിർളയൊക്കെ പോലെ വലിയൊരു വ്യവസായ സമുച്ചയത്തിന്റെ അധിപനാണെന്ന് കേൾക്കുന്നു. നല്ല കാര്യം. പക്ഷെ എന്റെ മകൾക്ക് ഈ ടാറ്റയും ബിർളയൊന്നും വേണ്ട, പഴയ ആ സ്കൂൾ മാഷ് മതി. കൂടുതൽ വിശദീകരിക്കണോ? ആ മാഷെ തിരിച്ചു കിട്ടാൻ വേണ്ടി അച്ഛൻ നായരും കുടുംബവും ഈ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കാനാണ് പരിപാടി. ചെലവിന് തരണ്ട, എന്റെ പെൻഷൻ കൊണ്ട് ഞങ്ങൾ 3 പേരും വല്ല കഞ്ഞിയോ വെള്ളമോ കുടിച്ചു ഇവിടെ കിടന്നോളാം. വിജയൻ മാസ്റ്റർ സ്കൂളിൽ പോകുമ്പോൾ അച്ഛൻ നായർ കൂടെ വരും, ഒരു ബോഡി ഗാർഡായിട്ട്. വൈകുന്നേരം വരെ സ്കൂളിൽ കാവല്, തിരിച്ചു വീണ്ടും ഒരുമിച്ച് മടക്കയാത്ര. നീ എങ്ങോട്ടും കടന്നു കളയാതിരിക്കാനാ. അത് നല്ലതാ. അഭിപ്രായം ചോദിച്ചില്ല. ഇനി നമുക്ക് ഔപചാരികത അങ്ങ് വിടാം, അല്ലേ അച്ഛൻ നായരെ? മാഷിന്റെ ഇഷ്ടം. കഴുതേ ഊരുതണ്ടി, എന്താണ് അതിന്റെ മനസ്സിൽ? ഞാനേ അതുകൊണ്ട് ഇനി ഇങ്ങനെ പോയാ പോരാ. ഇവന്റെ ചീട്ടുകളെയും കള്ളുകൂടി അവസാനിപ്പിച്ചേ പറ്റൂ. അതൊക്കെ ഞാൻ എന്നേ നിർത്തിയച്ചാ. എന്നോടാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെ കുടിയൊന്നും ഇല്ലച്ചാ. ആ, എന്തെങ്കിലും ആട്ടെ. ഞാനൊരു നല്ല കാര്യം പറഞ്ഞാ നീ അനുസരിക്കോ? അത് കൊള്ളാം. അച്ഛൻ പറഞ്ഞ ഞാൻ അനുസരിക്കാതിരിക്കും. അതില്ല. അപ്പൊ അനുസരണയുള്ള എൻ്റെ മോൻ ഈ കൊല്ലം മാലയിട്ട് ശബരിമലയ്ക്ക് പോണം. മണ്ഡലകാലം തുടങ്ങാൻ പോവല്ലേ. ഇതുവരെ ഉള്ളത് എല്ലാം നമുക്ക് മറക്കാം. മനസ്സും ശരീരവും ദൈവത്തിങ്കിൽ അർപ്പിച്ച് 41 ദിവസത്തെ വ്രതം. നന്മയുണ്ടാകും. അച്ചടക്കമുള്ള ജീവിതം എങ്ങനെയെന്ന് നീ മനസ്സിലാക്കും. അതെ, നല്ലതാ. മാലയിടാം. അടുത്ത കൊല്ലം ഇടാം. അടുത്ത കൊല്ലോ? അല്ല, ഇതിപ്പോ പെട്ടെന്നല്ലല്ലോ. മാലയിടാൻ ഇനി 5-6 ദിവസമുണ്ട്. അല്ലച്ചാ, ഒരു തയ്യാറെടുപ്പ് വേണമല്ലോ. എന്തിന്? നിന്നോട് ഗുസ്തി പിടിക്കാനല്ലല്ലോ മാഷ ആവശ്യപ്പെട്ടത്. അച്ചടക്കം നമ്മുടെ മനസ്സിലല്ലേ ഉണ്ടാവേണ്ടത്. ഒരു കാര്യം ഞാൻ വാക്ക് തരാം, ഇന്നു മുതൽ ഞാൻ അച്ചടക്കമുള്ളവനായിരിക്കും. ആ അച്ചടക്കം നിന്റെ കയ്യിൽ വെച്ചാൽ മതി. മാല ഇട്ടിട്ടുള്ള അച്ചടക്കം മതി. എന്താ വിജയേട്ട മാലയിട്ട? നല്ലതല്ലേ? അച്ഛൻ പറയുന്ന അനുസരിച്ചൂടെ? ഇതിപ്പോ 41 ദിവസത്തെ വ്രതമാണോ ഉദ്ദേശിക്കുന്നത്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. നീ മാലയിടും, വ്രതം എടുക്കും, മലയ്ക്ക് പോകും. അത് കഴിഞ്ഞേ ഞാനിവിടെ ഇറങ്ങുന്നുള്ളൂ. ആണോ? ആ. അച്ഛനും ഇവിടെ താമസിക്കുകയാണോ? അതെ. എനിക്ക് സന്തോഷായി. എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ സന്തോഷായിട്ട് സുഖമായിട്ട്. ശ്യാമേ, നീ എന്തൊരാളാ? എന്തെങ്കിലും കുടിക്കാൻ എടുക്കാതെ? അയ്യോ, അതെ, പഞ്ചസാര ഞാൻ മറ്റേ ഷെൽഫിലും. മാഷ് കാര്യമായിട്ട് പറഞ്ഞതാണോ? വിജയൻ മാലയിടുന്നവരോടെ ഉണ്ടാവോ? ഇനി ഇവനെ ഞാൻ വിടില്ല. വിജയേട്ട, വിജയേട്ട, വിജയേട്ട. എന്താ മോളെ? എന്താ എന്താ ശ്യാമളെ? ചോദിച്ചത് കേട്ടില്ലേ? അത് വിജയേട്ടൻ ഷർട്ട് എടുത്തിട്ട് ഈ വഴി പോയി. എന്റെ മോൻ. ഉണക്കത്ര പോരല്ലോ. എങ്ങാരാ വൈകുന്നേരത്തിന് മുമ്പേ ചൂടാക്കി കഴിയണം കേട്ടോ. ആ വിജയൻ ഇതുവഴി അങ്ങനെ വന്നോ ജോണിയേട്ടാ? എന്താടാ മൂപ്പര് തെക്ക് വടക്ക് നടക്കുന്നതിന് ഞാനെന്ത് വിളിച്ചു? ആ കരുണ മാഷും അച്ഛനാരും കൂടി ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ കയറി വന്ന് ഭയങ്കര ബഹളം. വിജയൻ എവിടാന്ന് ചോദിച്ചോണ്ട് വിജയനെ ഞാൻ എന്താ പോക്കറ്റിലിട്ട് നടക്കുക. അവർ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ കാലത്ത് മുതൽ ഞാൻ അന്വേഷിച്ച് നടക്കുക. ആരെ? വിജയേട്ടനെ തന്നെ. സത്യം പറയാ, അയാളെ കണ്ട ആ നിമിഷം മോന്തക്കിട്ട് ഞാൻ രണ്ടെണ്ണം കൊടുക്കും. താടാ, എന്റെ മോന്തക്കെട്ട് 2 താടാ. വിജയേട്ടൻ ഇവിടെ? വിജയൻ ഇന്നലെ ഇവിടെ കിടന്നത്. സുഹൃത്തുക്കൾക്ക് ഒരു അപകടഘട്ടമെന്ന് അവരെ തള്ളി പറയാടാ വേണ്ടത്. വിജയേട്ടൻ അറിയാഞ്ഞിട്ടാ ഇന്നലെ രാത്രി ഞാൻ കേട്ടത് തെറി. നീ കൂടുതൽ സംസാരിക്കണ്ട ജോണി.
ചെയ്ത തെറ്റുകൾക്ക് അപ്പപ്പോ ശിക്ഷ കൊടുത്തു വിടുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത്. എങ്കിൽ ഇപ്പൊ തന്നെ ഇവൻ എന്റെ വീട്ടിൽ പോയി എന്റെ അച്ഛനും അമ്മായി അച്ഛനും അവിടെ തന്നെ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വരട്ടെ. എന്നിട്ട് വേണം എനിക്ക് എന്റെ അടുത്ത നീക്കങ്ങൾ പ്ലാൻ ചെയ്യാം. ഇതാണ് ശിക്ഷ. തൽക്കാലം അത്രയും മതി. ഞാൻ ആ ഏരിയയിലേക്ക് പോവില്ല. ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല സുഖു. അനുസരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് വേണം എല്ലാരും കൂടെ എന്നെ അവിടെ ഇട്ട് പിന്നെയും കടിച്ചു കയറാൻ. നീ നേരെ വീട്ടിൽ ചെന്ന് അച്ഛനാരുണ്ടോ കരുണമാഷുണ്ടോ എന്ന് ചോദിക്കല്ല വേണ്ടത്. വേറെ എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ ഉണ്ടാക്കി വേണം ചെല്ലാൻ. എന്ത് കാരണം? ഭൂലോക കളനായ നിനക്കാണടാ കാരണം ഉണ്ടാക്കാൻ പ്രയാസം. ചെല്ലടാ. ഓടാ. വിജയേട്ടൻ എണീറ്റിട്ടുണ്ടാവില്ല അല്ലേ? ഇതങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കാലത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ പറമ്പിൽ ഇതിങ്ങനെ മുഴുത്ത് പഴുത്ത് കിടക്കുക. ഞാനിവിടുന്ന് പഴം കുഴച്ച് പുട്ടെത്ര തിന്നിട്ടുള്ളതാ. അല്പമെങ്കിലും നന്ദി വേണ്ടേ? വിജയേട്ടൻ കുളിക്കായിരിക്കും അല്ലേ? സുഖുന് എന്താ വേണ്ടത്? ഇത് ഇവിടെ തരണം. ഇവിടെ ഇപ്പൊ ഇത് വേണ്ട. അല്ല, ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുള്ളതല്ലേ, അവർക്ക് കൊടുക്കാനെങ്കിലും. ഇവിടെ ഒരു അച്ഛനും ഇല്ല അമ്മയില്ല. പോയോ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ നന്ദി പിന്നീട് സൗകര്യം പോലെ കാണിച്ചാ മതി. മഴക്കാറ് നീങ്ങി, മാനം തെളിഞ്ഞു. ആണോ? അപ്പൊ ശത്രുക്കൾ പടിയിറങ്ങിയെന്ന് അർത്ഥം. അതെ, പക്ഷേ വിജയേട്ടന്റെ സ്ഥിരം മഴക്കാറ് കൂടുതൽ ഘനീഭവിച്ച് അന്തരീക്ഷത്തിൽ തന്നെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. ശ്യാമള മഴക്കാറല്ലേ? അത് ഞാൻ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തോളാം. ചോണിക്കുട്ടി, ഒരു 50 രൂപയും കൊടുത്ത് ഒരു നമ്പർ ഇറക്കാനാ. എന്റെ ആവശ്യമുണ്ട്. പിന്നെ എന്റെ കാശുണ്ട്. വിജയ പോക്കറി അവിടെ